ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഞ്ജുവിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന ഗോപികനെയാണ് കാണിക്കുന്നത്. ദേ, ഈ 2 ചപ്പാത്തിയും കൂടി കഴിക്കുമോനെ. അന്നേരം സഞ്ജു പറഞ്ഞേ, അയ്യോ മതി ചാച്ചു, ഇത്രയും സ്നേഹമുള്ള ചാച്ചു ആയിരുന്നോ കുറച്ചു മുമ്പ് എന്നെ തല്ലുകയും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അന്നേരം ഗോപിക പറയണേ, എടാ അത് പിന്നെ ഗിരി ശാലിനിയൊക്കെ ഉണ്ടായില്ലേ, അവർക്കൊന്നും ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം നിന്നെ വീട്ടിലേക്ക് തിരിച്ചു കയറ്റാണെന്ന് ഗോപാലേട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. എന്താണെങ്കിലും എൻ്റെ അഭിനയത്തിൽ ഗിരീഷ് ശാലിനിയൊക്കെ വീണിട്ടുണ്ട്, ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ല. അല്ല മോനെ, ഞാൻ തല്ലിയപ്പോൾ നിനക്ക് വേദനിച്ചായിരുന്നോ? അന്നേരം ചിരിച്ചുകൊണ്ട് സഞ്ജു വരണേ, ഇല്ല ചാച്ചു, സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വന്നത്. ചാച്ചു എന്നെ തല്ലിയതിനല്ല, ചാച്ചു എന്നെ തല്ലിക്കഴിഞ്ഞ് ഗിരി എനിക്ക് വേണ്ടി വാദിച്ചില്ലേ, അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ചാച്ചു എന്നെ തല്ലിയപ്പോൾ ശാലിനിയുടെ മുഖമൊന്ന് കാണണം, അവൾക്കായിരുന്നു ഏറ്റവും സന്തോഷം. ഈ സമയം ഗോപിക പറയണേ, ശാലിനിയുടെ മനസ്സിൽ ഇപ്പോഴും ഗിരിയാണ്. അവൾ പറയുന്നത്, ഗിരി മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ കാരണം നീയാണ്, നീ എന്ന കല്യാണത്തിനൊന്ന് ഓടിപ്പോയതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് അവൾക്ക് നിന്നോട് ഇത്ര ദേഷ്യം. അന്നേരം സഞ്ജു പറയണേ, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അച്ഛനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശാലിനി ഈ ജന്മത്തിൽ അച്ഛനോട് ക്ഷമിക്കില്ല. അതുകൊണ്ടാ ഒരു കാരണവശാലും ഇക്കാര്യങ്ങളൊന്നും ശാലിനി അറിയിക്കരുതെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും നാളെ എനിക്ക് ഗിരിയുടെ വീട് വരെ ഒന്ന് പോകണം, അവിടെ പോയി എല്ലാവർക്കും മുമ്പിൽ ഒരു മാപ്പ് പറച്ചിൽ നാടകവും കൂടി നടത്തണം. അന്നേരം ഗോപിക പറയുന്നുണ്ട്, എടാ അതൊക്കെ വേണോ, അത്രയ്ക്ക് നീ താഴണോ? ഈ സമയം സഞ്ജു പറയണേ, അച്ഛനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതും കൂടി ചെയ്യണമെന്ന്, എന്നാലേ അവരുടെ മുമ്പിൽ കൂടുതൽ വിശ്വാസ്യത അച്ഛനുണ്ടാകുള്ളൂ. ഈ സമയം ഗോപിക പറയണേ, ആ മണ്ടൻ ഗിരി വിചാരിച്ചിരിക്കുന്നത് അവന് വേണ്ടി സ്വന്തം മോനെ പോലും ഗോപാലേട്ടൻ തള്ളിപ്പറഞ്ഞിരിക്കുകയാണെന്നാണ്. നമ്മുടെ കാര്യം നടത്താൻ ഗിരിയെ കൂടെ നിർത്തിയല്ലേ പറ്റൂ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവൻ്റെ മുമ്പിൽ അഭിനയിക്കേണ്ടി വരുന്നത്. ഈ സമയം സഞ്ജു പറയണേ, എന്താണെങ്കിലും അച്ഛൻ പറയുന്നതല്ലേ, അതുപോലെ തന്നെ ചെയ്യാം. എന്താണെങ്കിലും മഞ്ജു ഇപ്പം ആള് ഒതുങ്ങിയ മട്ടാണ്. സ്റ്റേഷനിൽ അവൾക്ക് സ്വൈര്യം കൊടുക്കാതിരിക്കാൻ ഫ്രാൻസിസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ സമാധാനമൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്നാലോ, അവൾ നിർത്തിപ്പൊരിക്കാൻ ഗിരിയുടെ അമ്മയും പെങ്ങളും ഉണ്ടല്ലോ, വീട്ടിലും അവൾക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അവൾ ഇനി മാധവൻ്റെ കേസ് അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ ശാലിനി, അവളുടെ കാര്യമാണ്, അവളുടെ മനസ്സിൽ ഇപ്പോഴും ഗിരിയുണ്ട്, അവളെയും ഗിരിയെയും തമ്മിൽ അകറ്റണം, അവളുടെ മനസ്സിൽ ഗിരിയോട് വെറുപ്പ് തോന്നിക്കണം. എന്താണെങ്കിലും ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ, അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. അങ്ങനെ അവരോട് സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഫോണിൽ നോക്കി ശാലിനി താഴത്തേക്ക് വരുന്നത് ഗോപിക കാണുന്നത്. അങ്ങനെ ശാലിനിയെ കാണുന്നതും ഗോപിക അങ്ങ് പ്ലേറ്റ് മാറ്റുക. ഗോപിക പറയണേ, നീ പറയുന്നത് ഒന്നും കേൾക്കണ്ട, ഈ കുടുംബത്തെ മുഴുവൻ അപമാനിച്ചവനാ നീ. ശാലിനി മോളെ, എൻ്റെ ശാലിനി മോളുടെ ഈ സങ്കടത്തിനൊക്കെ കാരണം നീയാണ്. അന്നേരം ശാലിനി ചോദിക്കണേ, എന്താ ചേച്ചു, എന്താ പറ്റിയത്? മോളെ ശാലിനി, നീ ഇങ്ങ് വന്നേ, എനിക്ക് എൻ്റെ മുഖം കാണണ്ട. അങ്ങനെ പറഞ്ഞ് ശാലിനി വിളിച്ച് അവിടെ നിന്നും പോകുവാണ്. ഇതൊക്കെ കണ്ട് സഞ്ജു ചിരിച്ചുകൊണ്ട് പറയണേ, എൻ്റെ പൊന്നെ, ഈ ചാച്ചുവിൻ്റെ അഭിനയം സമ്മതിച്ചേ പറ്റൂ. പിന്നീട് ശാലിനി ചാച്ചുവിനോട് പറയണേ, ചാച്ചു, ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ അവനെ തിരികെ വീട്ടിലേക്ക് കയറ്റണ്ടെന്ന്. അന്നേരം ഗോപിക പറയണേ, ഗിരി എന്നോട് സഞ്ജുവിന് വേണ്ടി വാദിച്ചത് നീയും കേട്ടതല്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? മാത്രമല്ല ഇവനാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ചില്ലി കാശ് പോലും ഉണ്ടാക്കാനുള്ള കഴിവില്ല. അങ്ങനെയുള്ള ഇവനെ എന്ത് വിശ്വസിച്ച് പുറത്തേക്ക് വിടും? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഓരോന്നൊപ്പിച്ച് വെച്ച് നമ്മുടെ കുടുംബത്തിന് തന്നെ നാണക്കേടാവില്ലേ? അതുകൊണ്ടാണ്. അന്നേരം ശാലിനി അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം ചിരിച്ചുകൊണ്ട് ഗോപിക ഇങ്ങനെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗിരിൻ്റെ റൂമാണ്. അവിടെ മഞ്ജു കുളിക്കാൻ പോയിരിക്കുമായിരുന്നു. എന്നാൽ മഞ്ജു ഗിരിയുടെ അടുത്തേക്ക് വന്ന് പറയണേ, ഗിരിയേട്ടാ ഷവർ വർക്കാവുന്നില്ല, ഒന്ന് നോക്കാവോ? അങ്ങനെ ഗിരി ബാത്റൂമിൽ കയറി ഷവറിൻ്റെ ആ പൈപ്പിലൊക്കെ തട്ടി നോക്കുന്നുണ്ട്. പിന്നീട് പൈപ്പൊക്കെ തിരിച്ചു നോക്കുക. ഇതെന്ത് പറ്റി, രാവിലെ കുഴപ്പമൊന്നുമില്ലാഞ്ഞതാണല്ലോ. അങ്ങനെ ശരി, ഗിരി വീണ്ടും അവിടെ ഇവിടെയൊക്കെ തട്ടി പൈപ്പ് വീണ്ടും തുറക്കുമ്പോൾ വെള്ളം വരുവാണ് കേട്ടോ. ആ സമയം ഗിരിയും മഞ്ജും ആ ഷവറിൻ്റെ അടിയിൽ തന്നെ നിൽക്കുമായിരിക്കും. അങ്ങനെ രണ്ടാളുടെ നേരത്തേക്ക് വെള്ളം വീഴുക. അന്നേരം മഞ്ജു പറയണേ, ഗിരിയേട്ടാ അതൊന്ന് ഓഫാക്ക്. ഈ സമയം ഗിരി അത് ഓഫാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും വെള്ളം ഇങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ. ഇതേ സമയം ആ ഒരു വെള്ളത്തിൽ നനഞ്ഞ് ഗിരിയും മഞ്ജും പരസ്പരം ഇങ്ങനെ കണ്ടും നോക്കി നിൽക്കുമായിരിക്കും. പെട്ടെന്ന് മഞ്ജു അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ തറയിൽ ആ വെള്ളത്തിൽ സ്ലിപ്പായി വീഴാൻ പോകുമായിരിക്കും. അത് കാണുന്ന ഗിരി മഞ്ജു വീഴാതിരിക്കാനായിട്ട് മഞ്ജുവിനെ കയറി പിടിക്കുന്നുണ്ട്. ആ സമയം അവർ വീണ്ടും ഇങ്ങനെ കണ്ണും നോക്കി നിൽക്കുവാണ്. എന്നിട്ട് മഞ്ജുവിനെ പിടിച്ച് ഇങ്ങനെ അടുത്തേക്ക് ചേർത്ത് നിർത്തുവാണ്. പെട്ടെന്ന് ഗിരി മഞ്ജുവിൻ്റെ ദേഹത്തു നിന്നും കൈയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ബാത്റൂമിന് പുറത്ത് നനഞ്ഞു കുളിഞ്ഞ് ഗിരി ഇങ്ങനെ നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും തുണിയൊക്കെ എടുത്ത് അമ്മ റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നത്. അന്നേരം നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന ഗിരിയെ കണ്ടിട്ട് അമ്മ ചോദിക്കണേ, നീ എന്താണ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത്?
ഇതേ സമയം മഞ്ജു ബാത്റൂമിൽ നിന്ന് തോർത്തുമെടുത്ത് ഗിരിയുടെ അരികിലേക്ക് വരുവാണ് കേട്ടോ. അങ്ങനെ മഞ്ജുവും ഗിരി ഒരുമിച്ച് ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അമ്മ തെറ്റിദ്ധരിക്കുവാണ്. അങ്ങനെ അമ്മ ദേഷ്യത്തിൽ ഗിരി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ഗിരി അവിടെ കിടന്ന് പരങ്ങി കളിക്കുക. അതിൻ്റെ അമ്മ ഞാനിങ്ങനെ ഷവർ വർക്ക് ചെയ്യാത്തപ്പോൾ ഇങ്ങനെ നന്നാക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ പരങ്ങി കളിച്ച് നിൽക്കുവാണ് കേട്ടോ. ആ സമയം ഭാനുമതി അമ്മ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മഞ്ജു തോർത്ത് ഗിരിയുടെ അടുത്ത് കൊടുക്കണേ. ഇതാ ഗിരിയേട്ടാ തല തോർക്ക്. അന്നേരം ഗിരി ദേഷ്യത്തിൽ അത് വാങ്ങിച്ചിട്ട് പറയണേ, ഓ മനുഷ്യൻ നാണം കെടുത്താനായിട്ട് ഇറങ്ങിക്കോളും. അമ്മ എന്ത് വിചാരിച്ചിട്ടുണ്ടാകുമോ എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞ് തല ഇങ്ങനെ തോർത്തിക്കൊണ്ട് അവിടെ നിന്ന് ഗിരി പോകുവാണ് കേട്ടോ. ഈ സമയം ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ മഞ്ജു ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിലാണ്. അങ്ങനെ കമ്മീഷണർ മാഡം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുവാണ് കേട്ടോ. SI അരവിന്ദാക്ഷനോട് ഐശ്വര്യ മാഡം ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സ്റ്റേഷനെ കുറിച്ച് എന്തൊക്കെ പരാതികളാണ് കിട്ടുന്നതെന്ന് അറിയോ? ആകെ 2-3 പോലീസുകാരെ കൃത്യമായിട്ട് ഈ സ്റ്റേഷനിൽ എത്തുന്നുള്ളൂ. മാത്രമല്ല ഈ സ്റ്റേഷനിലാണ് കൂടുതൽ ക്രിമിനൽ കേസും അഴിമതിയും ഒക്കെ നടക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കണ്ണടിച്ചിരിക്കുവാണോ? ഇതിനെതിരെ നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ലേ? ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ അതുകൊണ്ട് ഞാൻ തന്നെയാണ് നേരിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാനുള്ളത്? അന്നേരം അരവിന്ദാക്ഷ സാർ പറയണേ, മാഡത്തിനറിയാലോ ഈ ഒരു സ്റ്റേഷനിൽ രാഷ്ട്രീയക്കാരുടെ പ്രാധാന്യം. അവരുടെ കയ്യിലാണ് ഇവിടെ ഭരണം മുഴുവനും. മാത്രമല്ല ഫ്രാൻസിസിനെ പോലെ പോലീസ് യൂണിയനിലും മറ്റും വലിയ പിടിയുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ രാഷ്ട്രീയക്കാരെത്തുമെന്ന് അവർക്കൊക്കെ നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസിനെ ഒന്നും വിശ്വസിച്ച് ഒരു പണി ഏൽപ്പിക്കാൻ പറ്റില്ല. കൃത്യസമയത്ത് സ്റ്റേഷനിൽ പോലും വരില്ല. അങ്ങനെ അവരകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്താണ് ഗോപികയുടെ കാറ് പുറത്തെത്തുന്നത്. അങ്ങനെ ഗോപിക കാറിൽ നിന്നിറങ്ങുന്നത് ഫ്രാൻസിസിനെ കാണുന്ന, ഇതാര് ഫ്രാൻസിസൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? ട്രാൻസ്ഫർ ഒന്നും ആയില്ലേ? അന്നേരം ഫ്രാൻസിസ് പറയണേ, അത് പിന്നെ ഗോപാൽജി സാറിൻ്റെ സഹായമൊക്കെ ഉള്ളതുകൊണ്ട് ഇതുവരെ ട്രാൻസ്ഫർ ഒന്നും കിട്ടാതെ ഇവിടെ തന്നെ തുടരാൻ പറ്റി. അല്ല മാഡം ഇതപ്പോൾ തിരിച്ചു വന്നു? ഞാൻ വന്നിട്ട് കുറച്ചായി. മാഡം എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അന്നേരം ഗോപിക പറയണേ, എനിക്ക് ഈ NOCയിൽ ഒരു ഒപ്പ് വേണമായിരുന്നു. അതിനായിട്ട് ആ SIനെ ഞാൻ കുറേ നേരം വിളിക്കുന്നു. അയാൾ ഫോൺ എടുക്കുന്നില്ലെന്നേ. എന്താണെങ്കിലും ആവശ്യം എൻ്റെ ആയിപ്പോയില്ലേ, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ഈ സമയം ഫ്രാൻസിസ് പറയണേ, അതോ ആ കമ്മീഷണർ മാഡം അകത്ത് വന്നിട്ടുണ്ട്. അതായിരിക്കും അരവിന്ദാക്ഷ സാറ് കോൾ എടുക്കാഞ്ഞത്. തൽക്കാലം മാഡം ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ട. അവരെ അല്പം മുടയാം. അവർ പോയതിനു ശേഷം ഞാൻ തന്നെ അരവിന്ദാക്ഷൻ സാറിനോട് കാര്യം പറഞ്ഞോളാം. അന്നേരം ഗോപിക പറയണേ, അത് വേണ്ട. ആ കമ്മീഷണർ മാഡം ആരായാലും എനിക്കെന്താ, ഞാൻ ഗോപാൽജിയുടെ പെങ്ങള. അവളെക്കാളും വലിയ പിടിയുള്ള പോലീസുകാർ വരെ ഞങ്ങളുടെ പക്കലുണ്ട്. അതുകൊണ്ട് ആ കമ്മീഷണറിന് മുമ്പിൽ വെച്ച് തന്നെ ഞാനിതിൽ ഒപ്പ് മേടിച്ചുകൊണ്ട് പോകും. ഞാൻ കണ്ടോ. ഈ സമയം ഫ്രാൻസിസ് വീണ്ടും തടയുവാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഗോപിക അകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. അന്നേരം ഫ്രാൻസിസ് പറയണേ, പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അവരനുഭവിക്കട്ടെ. ഈ സമയം കമ്മീഷണറും SIയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഓഫീസിലേക്ക് അനുവാദം പോലും വാങ്ങാതെ ഗോപിക വന്ന് ധാഷ്ട്യത്തോടെ വന്ന് കസേരയിൽ കയറി ഇരിക്കുവാണ് കേട്ടോ. അതൊന്നും ഐശ്വര്യക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയം ഐശ്വര്യ ചോദിക്കണേ, ആരാ നിങ്ങൾ? സ്റ്റേഷനിലേക്ക് ഒരു മര്യാദയില്ലാതെ ഇങ്ങനെയാണോ കടന്നു വരുന്നത്? അന്നേരം ഗോപിക പറയണേ, ഞാനേ ഗോപാൽജിയുടെ പെങ്ങളാ. അതേക്കുന്ന ഐശ്വര്യ പറയണേ, ഓ ബാർ കച്ചവടം നടക്കുന്ന ഗോപാലൻ്റെ പെങ്ങളാണോ നീ? അല്ല നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അന്നേരം ഗോപിക പറയണേ, എനിക്ക് ഈ NOCയിൽ ഒരു ഒപ്പ് വേണം. അതിനായിട്ട് SI സാറിനെ ഞാൻ കുറേ തവണ വിളിച്ചു. എന്നാലേ ഇയാൾ എൻ്റെ ഫോൺ എടുത്തില്ല. എന്താണെങ്കിലും ആവശ്യം എൻ്റെതായി പോയില്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് നേരെ വന്ന് ഒപ്പ് മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചത്. സാധാരണ ഇയാൾ വീട്ടിൽ വന്ന് ഒപ്പിട്ട് തരാറ്. ഇവിടെ ഇപ്പോൾ കമ്മീഷണർ മാഡം വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ഇയാൾ ഫോൺ എടുക്കാത്തത്. എടോ ഇതിലങ്ങ് ഒപ്പിട്ടതാ, അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം പൊക്കോളാം. ഈ സമയം കമ്മീഷണറിന് ദേഷ്യം വരുവാ. എണീക്കടി. അതേക്കുന്നതും ഗോപിക അങ്ങ് ഞെട്ടി എണീക്കണേണ്. നീ എന്താ വിചാരിച്ചത്? പോലീസുകാരെന്ന് പറയുന്നത് നിന്റെ ഗോപാൽജിയുടെ അടിമകളാണെന്നോ? നിങ്ങൾ പറയുന്നതൊക്കെ തലയും കുറിച്ച് കേട്ട് നിൽക്കാൻ. എന്നാലേ നിന്റെ ആ ധാരണ തെറ്റാം. എന്നിട്ട് കമ്മീഷണർ SIയോട് പറയണേ, എടോ ഇവരുടെ ബാറുകളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഉടൻ തന്നെ കിട്ടണം. അവിടെയെല്ലാം ഒരു അന്വേഷണം നടത്തണം. അവിടെ ഇല്ലീഗലായിട്ട് മറ്റെന്തെങ്കിലും ബിസിനസ് നടക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം. അതുവരെ ബാറുകളുടെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ പറഞ്ഞേക്കും. അന്നേരം ഗോപിക കരഞ്ഞുകൊണ്ട് പറയണേ, അയ്യോ മാഡം അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഗോപാലേട്ടനറിഞ്ഞാൽ എന്നെ ശരിയാക്കും. അന്നേരം ഐശ്വര്യ പറയണേ, നിന്റെ അഹങ്കാരം കുറച്ച് കൂടുതലായിരുന്നല്ലോ, അത് ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. മര്യാദക്ക് ഇപ്പോൾ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കൊള്ളണം. അല്ലെങ്കിലേ അവിടെ ഒരു സെല്ല് കാലിയായിട്ട് കിടപ്പുണ്ട്. ആ സെല്ലിൽ ഒരു VIP തന്നെ കയറ്റിക്കളയാം. എന്താ വേണോ അത്? അന്നേരം വേണ്ടാന്ന് പറഞ്ഞ് ഗോപിക വേഗം തന്നെ പുറത്തേക്ക് പോകുവാണ്. അങ്ങനെ നാണം കെട്ട് പുറത്തേക്ക് വരുവാണ് ഗോപിക. ഈ സമയം ഫ്രാൻസിസ് ചോദിക്കണേ, എന്തായി മാഡം, ഒപ്പ് കിട്ടിയോ? അന്നേരം ഗോപിക പറയണേ, എന്തൊരു ജാടയാ അവൾക്ക്.
അവൾക്ക് ഈ ഗോപിക ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അവൾക്കത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞ് ഫോൺ എടുത്ത് ഗിരീനെ വിളിക്കുവാണ്. എന്നിട്ട് പറയണേ, ഗിരി നീ എത്ര വേഗം പോലീസ് സ്റ്റേഷനിൽ വരണം, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ പറഞ്ഞ് കോള് കട്ടാക്കുവാണ് കേട്ടോ. ഈ സമയം ഫ്രാൻസിസ് ചോദിക്കണേ, മാഡം എന്തിനാ ഗിരിയെ വിളിച്ചത്? ഗിരി ഇവിടെ വന്നാൽ പ്രശ്നം കൂടുതൽ വഷളാകില്ലേ? ഗിരിയും ഐശ്വര്യ മാഡം തമ്മിൽ ഏറ്റുമുട്ടും. രണ്ടുപേരും വാശിയുടെ കാര്യത്തിൽ അണവിടെ വിട്ടുവീഴ്ച വരുത്താത്തവരാ. അന്നേരം ഗോപിക പറയണേ, അതിനുവേണ്ടി തന്നെയാ അവനെ വിളിച്ചു വരുത്തിയത്. സീനൊന്ന് കൊഴുക്കട്ടേന്നേ. അന്നേരം ഫ്രാൻസിസ് പറയണേ, അത് ശരി, അപ്പം പഴയ കുത്തിത്തിരിപ്പിനൊന്നും ഒരു മാറ്റവും ഇല്ല അല്ലേ? അന്നേരം ചിരിച്ചുകൊണ്ട് ഗോപിക പറയണേ, എങ്ങനെ മാറും, അതൊക്കെയല്ലേ എൻ്റെ സന്തോഷം. പിന്നീട് കാണിക്കുന്നത് ഗിരിയുടെ വീടാ. അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ 2 ഗുണ്ടകൾ വന്നു നിൽക്കുവാണ്. അതിൽ പൈലി ടോമിയോട് ചോദിക്കണേ, അല്ലടാ ഗിരി വീട്ടിലില്ലെന്ന് ഉറപ്പല്ലേ? ഉറപ്പാന്നേ, അവൻ ബൈക്ക് എടുത്ത് പോകുന്നത് ഞാൻ കണ്ടതാ. ഇവിടെ അവൻ്റെ അമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ. എന്നാൽ ശരി, നീ വാ, നമുക്ക് തുടങ്ങാം. അങ്ങനെ ഒരു വീടിൻ്റെ മുറ്റത്തെത്തുവാണ്. എന്നിട്ട് പറയണേ, അതെ ഗിരി ഉള്ളതുപോലെ തന്നെ അങ്ങ് അഭിനയിച്ചു. അങ്ങനെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾ പറയണേ, എടാ ഗിരി ഇറങ്ങി വാടാകത്തേക്ക്. എന്താടാ ഞങ്ങളെ കണ്ട് പേടിച്ചിരിക്കുവാണോ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഉറക്കി വിളിക്കുവാണ്. ഈ സമയം സ്വപ്ന പുറത്തേക്ക് വരുവാ. ആരാ നിങ്ങൾക്കാരാ, എന്താ വേണ്ടത്? ഗിരിയില്ലേടി, അവന് വിളിക്ക്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് വെച്ചാൽ നീയൊക്കെ ആരാടാ എന്ന് സ്വപ്ന ചോദിക്കുമ്പോൾ അതിലൊരാൾ വന്ന് സ്വപ്നയുടെ ചെവി പിടിച്ച് തിരിക്കുക. എന്താടി തർക്കുത്തരം പറയുന്നു നീ? ഈ സമയം സ്വപ്ന അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ ഭാനുമതി അമ്മയും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുവാണ്. നിങ്ങളൊക്കെ ആരാ, എന്താ വേണ്ടത്? അന്നേരം ഗിരി എവിടെയെന്ന് ചോദിക്കുവാണ്. ആ സമയം അമ്മ പറയണേ, അവനിപ്പോൾ കുറച്ച് മുമ്പ് പുറത്തേക്ക് പോയി. എന്താ കാര്യം? അന്നേരം അവർ പറയണേ, ഞാൻ പൈലി, ഇത് തോമ. ഞങ്ങളെ 1 വർഷമായിട്ട് ജയിലിൽ കിടക്കുക ആ ഗിരി കാരണം. ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങുമെന്നറിയാം, അതുകൊണ്ട് ഞങ്ങളെ പേടിച്ച് അവൻ മുങ്ങി നടക്കുക. അവൻ്റെ വിചാരം അവനിവിടെ ഇല്ലെന്നറിഞ്ഞാൽ ഞങ്ങൾ പോകുമെന്നാണ്. പക്ഷേ ഞങ്ങളങ്ങനെ പോകാൻ ഉദ്ദേശിച്ചല്ല ഇവിടെ വന്നിരിക്കുന്നത്. എടാ തോമ, അകത്ത് കയറ്, ഈ വീട്ടിലെ എല്ലാ സാധനവും അടിച്ചു പൊട്ടിക്കും. അന്നേരം ഭാനുമതി അമ്മ അവരെ തടയണേ, നിർത്തടാ. ദേ വീടിൻ്റെ അകത്തേക്ക് എങ്ങാനും കയറിയാണ്ടല്ലോ, ഞാനേ ഇപ്പം ഗിരീനെ വിളിക്കും, അവൻ വരട്ടെ. പെണ്ണുങ്ങൾ മാത്രമല്ല ഒരു വീട്ടിൽ വന്ന് അതിക്രമം കാണിക്കാൻ നിനക്കൊക്കെ നാണമില്ലേടാ. സ്വപ്നെ നീ അവനെ വിളിക്ക്. അങ്ങനെ സ്വപ്ന ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ പറയണേ, ദേ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്നോണം, ഇനി അവൻ വരുന്നതുവരെ കാത്തു നിൽക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. എടാ കയറി അടിച്ച് പൊളിക്കടാ. അങ്ങനെ അവർ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ മഞ്ജു പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പോലീസിനെ കാണുമ്പോഴേക്കും രണ്ടാളും ഒന്ന് പേടിച്ചു പോകുവാണ്. അങ്ങനെ മുണ്ടൊക്കെ മടക്കി കുത്തിയത് താഴ്ത്തിയിട്ട്, മേഡം എന്താ ഇവിടെ? ഗുഡ് മോർണിംഗ് മാഡം. മാഡം ആ ഗിരി അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ? ആയിരിക്കും, അവനെ പോലെ ഒരു വൃത്തികെട്ടവൻ ഈ നാട്ടിലേ ഇല്ല, മഹാ ഗുണ്ടയാ. അന്നേരം മഞ്ജു ചോദിക്കണേ, ആണോ, അങ്ങനെയാണോ? അതെ മാഡം. മാഡത്തിനും അവനെക്കുറിച്ചുള്ള പരാതികളൊക്കെ കിട്ടിക്കാണില്ലേ? ഭയങ്കര മോശ സ്വഭാവ, തനി ഗുണ്ട. അന്നേരം മഞ്ജു ചോദിക്കണേ, അല്ല നിങ്ങൾ ഈ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല മാഡം, കുറച്ച് കാലമായിട്ടേ ഞങ്ങൾ ജയിലിലായിരുന്നു, 1 വർഷമായി. അതിൻ്റെ പിന്നിലും ആ ഗിരി ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തതാണ്. ഓ അത് ശരി, അപ്പോൾ ഗിരീൻ്റെ കല്യാണം കഴിഞ്ഞ വിവരമൊന്നും നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? ഗിരിയുടെ കല്യാണം കഴിഞ്ഞോ? അയ്യോ ഞങ്ങളിപ്പോൾ അറിയുന്ന മാഡം. എന്നാലും അവനെ കെട്ടിയ ആ ഹതഭാഗ്യ പെണ്ണ് ആരായിരിക്കും? അന്നേരം മഞ്ജു പറയണേ, ഗിരിയേട്ടൻ്റെ ഭാര്യയുടെ പേര് മഞ്ജു, കോൺസ്റ്റബിൾ മഞ്ജു. അത് കേൾക്കുന്നതും അവർ രണ്ടുപേരും അങ്ങ് ഞെട്ടിപ്പോകുവാണ്. എന്നിട്ട് പൈല് പറയണേ, എന്നാൽ ശരി മാഡം, ഞങ്ങൾ ഇറങ്ങുവാണ്, പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ഈ സമയം മഞ്ജു അവരുടെ ഫോട്ടോ ഫോണിലെടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണേ, ദേ നിങ്ങളുടെ 2 ആളുടെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ പരിസരത്തെങ്ങാനും നിങ്ങളെ കണ്ട രണ്ടിനെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല ഇടി തരും ഞാൻ. അയ്യോ വേണ്ട മാഡം, ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ ഈ നാട് വിടുവാണ്. എന്നാൽ ശരി, ഞങ്ങൾ പോകുക മാഡം. അങ്ങനെ പറഞ്ഞ് 2 ആളും ജീവനും കൊണ്ട് ഓടുവാണ്. ഈ സമയം മഞ്ജു അമ്മയോട് പറയണേ, ഒരു പോലീസുകാരി വീട്ടിലുള്ളത് ഇപ്പം നന്നായിന്ന് തോന്നുന്നില്ലേ അമ്മേ? എന്നാൽ ശരി, ഞാൻ സ്റ്റേഷനിലേക്ക് പോയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം സ്വപ്ന അമ്മയോട് പറയണേ, എൻ്റെ അമ്മേ, എന്നാലും ഇവൾക്ക് ഇത്രയും ധൈര്യമൊക്കെ ഉണ്ടോ? അന്നേരം അമ്മ പറയണേ, അതാ യൂണിഫോമിൻ്റെ ധൈര്യമാണ്, അതിൻ്റെ ബലത്തിലാണ് അവൾ ഈ ഷോ കാണിച്ചത്. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിലകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലെത്തുന്ന ഗിരീനെയാണ് കേട്ടോ. ഈ സമയം ഗോപിക ഗിരീൻ്റെ അടുക്കിലേക്ക് ചെല്ലണേ. അന്നേരം ഗിരി എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഗോപിക പറയണേ, മോനെ നമ്മുടെ ബാറിൻ്റെ കാര്യത്തിന് NOC ഒപ്പിടാനായിട്ട് ഞാൻ ആ SI അരവിന്ദനെ കാണാൻ വന്നതാ. അന്നേരം ആ കമ്മീഷണർ NOC ഒപ്പിട്ട് തരുള്ളെന്ന് മാത്രമല്ല നമ്മുടെ ബാർ പൂട്ടിക്കുമെന്ന് വരെ പറഞ്ഞു. ഇത് പുറത്തറിഞ്ഞ ഗോപാൽസിക്കല്ലേ അപമാനം. അന്നേരം അദ്ദേഹത്തിന് ഗിരി പറയണേ, മാഡം വിഷമിക്കണ്ട, ഇതിൽ ഞാൻ ഒപ്പ് മേടിച്ചുകൊണ്ടേ വരൂ. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ഗിരിയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.
കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്